ഹായ്, ഇപ്പോൾ എക്സാംസിൻ്റെ ടൈമാണ്. കൂടുതൽ കുട്ടികൾ പഠനം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആണ്, പഠിക്കണം എന്നുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കൂടുതൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന പാരൻസിനും പഠിക്കാനിരിക്കുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ സെഷനാണ് ഇന്ന്. മെയിനായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ, ടീനേജ് സ്റ്റുഡൻസ് ആണെങ്കിലും അതിനേക്കാളും പ്രായം കുറഞ്ഞവരാണെങ്കിലും ഒക്കെ കൂടുതലും ഈ ഫോൺ അഡിക്ഷൻ ഒരു വലിയ ഇഷ്യൂ ആണ് എന്ന് പറയുന്നവരുണ്ട്. അതൊന്ന് മാറ്റിവെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒച്ചയായി, ബഹളമായി, പൊട്ടിത്തെറിക്കലായി. അപ്പോൾ കുറച്ച് സമയം പഠനത്തിനുള്ളൂ, ബാക്കി സമയം മുഴുവനും കയ്യിൽ ഫോൺ കൊണ്ടിരിക്കുന്നവർ. അപ്പോൾ അതൊന്ന് കുറയ്ക്കാനായിട്ടും കൂടുതൽ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അപ്പോൾ ഫെങ്ഷുയിൽ ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു റെമഡി എന്ന് പറയുന്നത് റെഡ് വിസ്ഡം പഗോഡ എന്ന് പറയും. റെഡ് വിസ്ഡം പഗോഡ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും. റെഡ് കളറിലുള്ള ഒരു പഗോഡയാണ്. ഇനി ഇത് ഇങ്ങനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ആംഗ്രി ആയിട്ടുള്ള ടീനേജേഴ്സിൻ്റെ ദേഷ്യം സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എസ്പെഷ്യലി ഇത് ഉപയോഗിക്കുക. പക്ഷേ ഇങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിത് ഇങ്ങനെയുള്ള നോർമൽ പഗോഡാസ് വാങ്ങിച്ചിട്ട് ഒരു റെഡ് നെയിൽ പോളിഷ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ ഇങ്ങനെ റെഡ് വിസ്ഡം പഗോഡാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, നല്ലൊരു റെമഡിയാണ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ, കഴിഞ്ഞ നമ്മൾ ലൈവ് സെഷനിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, എക്സാമിനേഷനിൽ നല്ല ഗ്രേഡ്സ് കിട്ടുന്നതിനും കുട്ടികൾക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നതിനൊക്കെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ചിട്ടുള്ള സ്റ്റഡി ഡയറക്ഷനിലേക്ക് നോക്കിയിരുന്ന് പഠിക്കണമെന്നും അങ്ങോട്ട് തലവെച്ച് കിടക്കണം എന്നും ഉള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുറേ പേര് ചോദിക്കുകയുണ്ടായി, ഇത് എങ്ങനെയാണ് ഈ സ്റ്റഡി ഡയറക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിന് നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് കുവാ നമ്പർ കാൽക്കുലേറ്റർ എന്ന് അടിച്ചു കൊടുക്കുക. അതിൽ മെയിലാണോ ഫീമെയിലാണോ ഈ സ്റ്റുഡൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചു കൊടുക്കുക അവരുടെ. ഇത് കഴിഞ്ഞ് നമ്മൾ കാൽക്കുലേറ്റ് അടിച്ച് കഴിയുമ്പോൾ അതിൽ കുവാ നമ്പർ എഴുതി കാണിക്കും. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന കുവാ നമ്പർ 1 ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ സ്റ്റഡി ഡയറക്ഷൻ നോർത്താണ്, വടക്ക്. 2 ആണെന്നുണ്ടെങ്കിൽ സൗത്ത് വെസ്റ്റ്, തെക്ക് പടിഞ്ഞാറാണ് സ്റ്റഡി ഡയറക്ഷൻ. കുവാ നമ്പർ 3 ആണെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ആണ് സ്റ്റഡി ഡയറക്ഷൻ. കുവാ നമ്പർ 4 ആണെന്നുണ്ടെങ്കിൽ സൗത്ത് ഈസ്റ്റ്, തെക്ക് കിഴക്കാണ് സ്റ്റഡി ഡയറക്ഷൻ. ഇനി കുവാ നമ്പർ 5 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ കുട്ടി മെയിൽ ആണെന്നുണ്ടെങ്കിൽ സൗത്ത് വെസ്റ്റും, ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റും ആണ് അവരുടെ സ്റ്റഡി ഡയറക്ഷൻ. കുവാ നമ്പർ 6 ആണെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റഡി ഡയറക്ഷൻ നോർത്ത് വെസ്റ്റ് ആണ്. കുവാ നമ്പർ 7 ആണെങ്കിൽ വെസ്റ്റ്, പടിഞ്ഞാറ് ദിശയാണ് സ്റ്റഡി ഡയറക്ഷൻ. കുവാ നമ്പർ 8 നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്കാണ് സ്റ്റഡി ഡയറക്ഷൻ. കുവാ നമ്പർ 9 സൗത്ത്, തെക്ക് ദിശയാണ് സ്റ്റഡി ഡയറക്ഷൻ. ഇനി സ്റ്റഡി ഡയറക്ഷൻ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ആ ഡയറക്ഷനിലേക്ക് നോക്കി ഇരുന്നിട്ട് വേണം പഠിക്കാൻ. ആ ഇരിക്കുന്ന കസേരയുടെ തൊട്ട് പുറകിലായിട്ടൊരു സോളിഡ് വാളും വേണം. ഇനി തലവെച്ച് കിടക്കുമ്പോൾ പലരുടെയും സംശയം, ആ ദിശയിലേക്ക് തലവെച്ച് കിടക്കുകയാണോ അതോ നമ്മൾ ബെഡിൽ നിന്ന് എൻറ്റ് വരുമ്പോൾ ആ ദിശയിലേക്ക് നോക്കി ഇരിക്കണം എന്നാണോ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഉദ്ദേശിക്കുന്നത് നോക്കുക, ഫേസ് ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശിക്കണേ. നമ്മൾ തല വയ്ക്കുന്ന വോള് അത് ഈ ഡയറക്ഷനിലുള്ള വോളായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചിലർക്ക് ടിൽറ്റഡ് ഡയറക്ഷനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പില്ലോ മാത്രം ഒരല്പം ടിൽറ്റ് ചെയ്തിട്ട് ആ ഡയറക്ഷനിലേക്ക് കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ട് കിടക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കിടക്കാൻ പറ്റില്ല, ഇപ്പോൾ പാരൻസിൻ്റെ കൂടെ കിടക്കണം, പാരൻസിൻ്റെ കരിയർ ഡയറക്ഷൻ അല്ലെങ്കിൽ വെൽത്ത് ഡയറക്ഷൻ വേറെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ സ്റ്റഡി ഡയറക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ഇപ്പോൾ ഡൈനിങ് ടേബിളിലൊക്കെ ഇരുന്ന കുട്ടികൾ പഠിക്കുകയാണെങ്കിലും ബാക്ക് സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ളൊരു ചെയറിലിരുന്നിട്ട് ഇവരെ ഗുഡ് ഡയറക്ഷനിലേക്ക് നോക്കിയിരുന്ന് പഠിക്കാം. ഇനി മറ്റൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നത്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്, പക്ഷേ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം അല്ലെങ്കിൽ പഠനത്തിനോടൊപ്പം തന്നെ സ്കോളർഷിപ്പ് കിട്ടി പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ഫെങ്ഷുയിൽ എന്തെങ്കിലും അതിനുള്ള പ്രോഡക്ട്സോ അല്ലെങ്കിൽ പിക്ചേഴ്സോ ഉണ്ടോ എന്നുള്ളതാണ്. സേജ് ഓൺ ടൈഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാച്ചു, അതിൻ്റെ തന്നെ വേണമെങ്കിൽ പിക്ചേഴ്സും നമുക്ക് ഇവരുടെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്തായിട്ട് അല്ലെങ്കിൽ അരികിലായിട്ടൊക്കെ വെക്കുന്നത് നമുക്ക് കൂടുതൽ ഹെൽപ്പിംഗ് ഹാൻഡ്സ് നമ്മുടെ സ്റ്റഡീസിൽ ഉണ്ടാകുന്നതിനും നമുക്ക് കൂടുതൽ സ്കോളർഷിപ്പ് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാകുന്നതിനും ഹെൽപ്പ് ചെയ്യും. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, സ്റ്റഡീസിനെ ഹെൽപ്പ് ചെയ്യുന്ന മന്ത്രാസ് ഉണ്ടോ അല്ലെങ്കിൽ ഡിവൈൻ ബീയിങ്സിനെ കുട്ടികൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഡിവൈൻ ബീയിങ്സ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം മഞ്ജുശ്രീ എന്നതാണ് വിസ്ഡത്തിൻ്റെ ഗോഡ്. അപ്പോൾ മഞ്ജുശ്രീ ടിബറ്റൻ ഗോഡാണ്. അപ്പോൾ മഞ്ജുശ്രീയുടെ പിക്ചർ നമ്മൾ പൂജാ റൂമിൽ വെക്കുകയും സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എക്സാമിന് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു വിളക്ക് അതിന് മുമ്പിൽ കത്തിച്ചിട്ട് പോകുന്നതും കൂടുതൽ ആയിട്ട് അവർക്ക് ലക്ക് ഫാക്ടർ ഉണ്ടാകുന്നതിനും വിസ്ഡം ഉണ്ടാകുന്നതിനും കൂടുതൽ കോൺസെൻട്രേഷനും സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള ലക്ക് ഉണ്ടാകുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി നെഗറ്റീവ് എനർജിയിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നതിനുമൊക്കെ ഈ ഒരു പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുമെന്നും എൻലൈറ്റ്മെൻറ്റിൻ്റെ ഒരു ബോധിസത്വമാണ് മഞ്ജുശ്രീ. മഞ്ജുശ്രീയുടെ ഒരു മന്ത്രയുണ്ട്, ഇതാണ് ആ മന്ത്ര.
ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചാൻറ്റ് ചെയ്യാവുന്ന മറ്റൊരു മന്ത്രയാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള സരസ്വതി ദേവി മന്ത്ര. അപ്പോൾ ആ മന്ത്രയും മഞ്ജുശ്രീ മന്ത്രയൊക്കെ 108 ടൈംസ് ആണ് ചാൻറ്റ് ചെയ്യേണ്ടത്. ഹ്രീം ഓം സരസ്വത്यै നമഃ. ഓം ഹ്രീം ഹസൗം ഹ്രീം ഓം സരസ്വത്यै നമഃ. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റഡീസിനെ റിലേറ്റ് ചെയ്തിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, പാരൻസിനും ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുക ആൻഡ് അവർക്കൊക്കെ നല്ല പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഉണ്ടാകട്ടെ. നല്ല എക്സാം റിസൾട്ട്സും എല്ലാവർക്കും ഉണ്ടാകട്ടെ. താങ്ക് യു.